അളിയൻ നിയമനത്തിൽ നിന്ന് തടിയൂരാൻ അളിയൻ രാജിവെച്ച് ഒഴിഞ്ഞപ്പോൾ സണ്ണി ജോസഫ് നേരെ ദീർഘനിശ്വാസം വിട്ടു എന്നൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത്. ഇവിടെ പ്രധാനമായും പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. യു സർക്കാർ അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ. മധുവിധു അവസാനിച്ചിട്ടില്ല, 1 മാസം തികയുന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് എന്ത് മലമറിക്കും എന്നൊക്കെയാണ് യു പല ആളുകളും ചോദിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ സംഘികളും ചോദിക്കുന്നത്. 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇതുവരെ 40-40 വർഷം ഇടത് മുന്നണിയല്ലേ ഇവിടെ ഭരിച്ചത്, 4 മാസം കൊണ്ട് എന്താക്കാൻ എന്ന് പറയുകയാണ് എന്നാണ് അവരുടെ ഡിഫൻസ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വന്യജീവി ആക്രമണങ്ങൾ നടന്ന സമയത്തൊക്കെ ഇടത് സർക്കാരിനെ എന്തൊക്കെ തരത്തിലാണ് നിങ്ങൾ ചീത്ത വിളിച്ചത്? വയനാട് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ PV അൻവർ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ DCC പ്രസിഡൻ്റായിരുന്ന ജോയിയെ മത്സരിപ്പിക്കാൻ വേണ്ടി, VS ജോയിയെ മത്സരിപ്പിക്കാൻ വേണ്ടി PV അൻവർ പറഞ്ഞതുപോലും മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് പിണറായി സർക്കാർ ഭരണത്തിലിരിക്കുന്ന ആ കാലം തൊട്ട് പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നവരെയും മലയോര മേഖലയുടെ സംരക്ഷണം UDFൻ്റെ അജണ്ടയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ VD സതീശൻ മലയോര മേഖലകളിൽ മാത്രം ജാഥ നടത്തിയിരുന്നു. എന്തിനാണ്? വന്യജീവി സംരക്ഷണം, അതുപോലെ ഒപ്പം തന്നെ അവിടെ വസിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. മലയോര കർഷകരുടെ സംരക്ഷണമൊക്കെ ആയിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. ഇത് മറന്നു പോകരുത്. അങ്ങനെ മലയോര കർഷകരുടെയും മലയോരത്തെ കർഷകരുടെയും മാത്രമല്ല മലയോരത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർക്ക് സമാശ്വാസം നൽകുമെന്ന് വാഗ്ദാനം നൽകി അവരുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാകണമല്ലോ UDF അധികാരത്തിൽ വന്നത്. ഇടതുമുന്നണിക്ക് ആ പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് മലയോര മേഖലകളിൽ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളിൽ ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് നടത്താൻ സാധ്യമായിരുന്നില്ല. കാരണം വന്യജീവി സംരക്ഷണവും വനമേഖലയുമായുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ അനുമതി ആവശ്യമാണ്. ഇതാണ് വസ്തുത. ആ അനുമതിയൊക്കെ ലഭിച്ചു വന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിരുന്നിട്ടും ഇടതുമുന്നണി സർക്കാരിനെ വലതുപക്ഷ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയയും തലങ്ങും വിലങ്ങും കടന്നാക്രമിച്ചിരുന്നു എന്നത് വസ്തുതയാണ്, വാസ്തവമാണ്. ഇപ്പോൾ 1 മാസം തികഞ്ഞില്ല. 1 മാസത്തിനിടയ്ക്ക് 5 ആളുകളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. കാട്ടുപന്നി ആക്രമണം വേറെ, മറ്റ് വന്യജീവികളുടെ ആക്രമണമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് കൃത്യമാണ്. ഇങ്ങനെ ഒക്കെ സംഭവിക്കാതിരിക്കാൻ ഇടയില്ല. അതും മന്ത്രിയുടെ പ്രതികരണവും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. മന്ത്രി പറഞ്ഞതെന്താണ്? വനം മന്ത്രി ഷിബു ബേബി ജോൺ പറയുന്നത്, മന്ത്രിസഭയും മന്ത്രിയും മാറിയത് വന്യജീവികൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ UDF വന്നതുകൊണ്ട് ഇറങ്ങി വരുന്നതല്ല ഈ കാട്ടാനകൾ, മന്ത്രിയെ കണ്ടേച്ചും പോകാം എന്ന് പറഞ്ഞു വരുന്നതല്ല കാട്ടാനകൾ എന്നാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത്. ഇത് എന്തൊരു ക്രൂരതയാണ്! ജനങ്ങളെ വെല്ലുവിളിക്കുന്നതല്ലേ. വാഗ്ദാന പെരുമഴ ചൊരിഞ്ഞ് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ UDFൻ്റെ ഒരു മന്ത്രി പറയുകയാണ്, ഞങ്ങളെ വന്നതുകൊണ്ടല്ല ആനകൾ ഇറങ്ങി വരുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരമ്മ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു. 2 പിഞ്ചുമക്കൾ. അവരെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സ്കൂൾ ബസ് എന്നൊക്കെ പറയുമ്പോൾ പട്ടണതുല്യമായ ജീവിതമാണ് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 2 കിലോമീറ്റർ ഉൾക്കാട്ടിൽ താമസിക്കുന്ന ആ അമ്മ കൂലിപ്പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മക്കളെ കൂട്ടി വന്ന് അവരെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട്, സ്കൂളിലേക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടിട്ട് അവരവരുടെ ജോലിക്ക് പോകും. ഈ അമ്മയെയാണ് മൂത്ത മകൾ 100 മീറ്റർ അകലെ നിൽക്കുമ്പോൾ ഇളയ മകളെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ച് ദൂരെ കളയുന്നു, അമ്മയെ ചവിട്ടുന്നു. ഇത് എന്ത് ക്രൂരമായ കാഴ്ചയാണ്! ഈ ക്രൂരമായ കാഴ്ച, ഈ 2 മക്കൾ അനാഥരാകുന്നു. അവർക്കിനി സർക്കാർ സംരക്ഷണം കൊടുക്കും, 5 ലക്ഷം രൂപ അടിയന്തര സഹായം കൊടുക്കും. ഇനി എന്ത് തേങ്ങ കൊടുത്താലും ഒന്നും ഒരമ്മ നഷ്ടപ്പെട്ടാലുള്ള വിലയാവുകയില്ല എന്ന് ഈ UDF സർക്കാർ മനസ്സിലാക്കണം. UDF എന്നല്ല, ഏത് സർക്കാരായാലും മനസ്സിലാക്കണം. അമ്മ മരിച്ചതിന് 5 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്താകാനാണ്? അമ്മയെ തിരിച്ചു കിട്ടുമോ? ആ മക്കൾക്ക് സംരക്ഷണം കിട്ടുമോ? സ്നേഹം കിട്ടുമോ? ഇതുപോലെ ചിറക് ചേർത്ത് സ്കൂൾ ബസ്സിൽ കൊണ്ടാക്കാൻ അമ്മയുണ്ടാകുമോ? അതൊക്കെ ചിന്തിക്കണ്ടേ? അങ്ങനെ ഒരു ചിന്തയില്ലാതെ
മന്ത്രിസഭയും മന്ത്രിയും മാറിയത് അറിയാതെയാണ് ഇറങ്ങിയതാകാം, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് കണ്ടേച്ചും പോകാൻ വന്നതാകാം എന്നൊക്കെ ഒരു മന്ത്രി വിളിച്ചു പറയണമെങ്കിൽ അവർക്ക് എന്തുത്തരവാദിത്തമാണ് ജനങ്ങളോടുള്ളത് എന്ന് ചോദിക്കേണ്ടതല്ലേ? ക്ഷോഭത്തോടെ ചോദിക്കേണ്ടതല്ലേ? എ കെ ശശീന്ദ്രൻ ഒരു നല്ല മന്ത്രിയൊന്നും ആയിരുന്നില്ല, വനം മന്ത്രിയൊന്നും ആയിരുന്നില്ല. അതൊക്കെ വാസ്തവം തന്നെയാണ്. എ കെ ശശീന്ദ്രനും കുറേ കേടുപാടുകൾ ഇടതുമുന്നണിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷേ പ്രതീക്ഷയോടെ ജനം അധികാരത്തിലെത്തിയ UDFിൻ്റെ മന്ത്രി ഇങ്ങനെ പറഞ്ഞാലോ? അപ്പോൾ കാര്യഗൗരവത്തോടെ ഈ കാര്യത്തെ നോക്കിക്കാണണം. അതുമാത്രമല്ല, ശാസ്ത്രീയമായ ഒരു ഒരു പ്രിവെൻഷൻ ഇതിന് ഉണ്ടാകണം. അതിന് പലപ്പോഴും വനം വകുപ്പിന് കഴിയാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വനം വകുപ്പിന് ലഭ്യമാകുന്ന പൈസ ഏതെങ്കിലും കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നതാണ് വസ്തുത. ഫെൻസിങ്ങിൻ്റെ കാര്യത്തിലാകട്ടെ, ട്രെഞ്ചുകളുടെ കാര്യത്തിലാകട്ടെ ഒക്കെ തന്നെ ഇതൊന്നും നടപ്പിലാക്കാതെ ഇരിക്കുന്ന വെള്ളാനകളായി തീരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യം നടപടിയെടുക്കുമെന്ന് മന്ത്രി പറയണമായിരുന്നു. ഇത് കൃത്യമായി വന്യജീവി ആക്രമണം തടയുന്നതിന് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നില്ല എന്ന് മന്ത്രി താക്കീത് ചെയ്യണമായിരുന്നു. മന്ത്രി വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കണമായിരുന്നു. ജനങ്ങളുടെ ആശങ്കകളും സങ്കടങ്ങൾക്കും വില കൊടുക്കണമായിരുന്നു. അല്ലാതെ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇമാതിരി ഒരു കമൻറ്റ് നടത്തിയത് ഏറെ ദുഷിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഒരു കാര്യം മാത്രം അളന്നും തിട്ടപ്പെടുത്തി പരിശോധിച്ച് നോക്കിയാൽ ഒരു മാസത്തിന് ഇടയ്ക്ക് UDF നടത്തിയ വിശ്വാസ വഞ്ചനകളുടെ എണ്ണം വളരെ വലുതാണ്. ഗ്യാരണ്ടികൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി കിട്ടി? ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഗ്യാരണ്ടി കിട്ടിയോ? 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്തെങ്കിലും വന്നോ? പോട്ടെ, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ വന്നോ? KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടന്നോ? 15-ന് നടപ്പിലാക്കാൻ പോകുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമുള്ള യാത്രയല്ലേ? അതിന് 712 കോടി രൂപയുടെ നഷ്ടം പറഞ്ഞിട്ട് അത് എങ്ങനെ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കാമെന്ന്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പിടിച്ചുപറിക്കാമെന്ന് കണക്ക് കൂട്ടുകയല്ലേ ഈ അധികാരി വർഗം? അപ്പോൾ ഇതൊക്കെയും കണ്ണു തുറന്ന് കാണണം ജനങ്ങൾ. അല്ലാതെ ഏകപക്ഷീയമായി കാര്യങ്ങളെ വിലയിരുത്തരുത്. വളരെ പോസിറ്റീവായിട്ട് വനം മന്ത്രി ഇടപെടണമായിരുന്നു എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. മറ്റ് സംഭവങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ പിന്നാലെ വരും.